ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നോട്ട് എണ്ണൽ സംഖ്യകളെ കുറിച്ചിട്ടാണ്. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n×n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ n×n+1/2. തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്താ ചെയ്യുക? എന്നിൻ്റെ സ്ഥാനത്ത് 100 എന്നെടുക്കണം. തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് കാണേണ്ടത്. അതുകൊണ്ട് എന്നിൻ്റെ സ്ഥാനത്ത് 100 എന്നെടുക്കുക. 100 × 101/2. 100 × 101/2 5050. 5050 വരും. അതായത് 100 × 101/2 പറയുമ്പോൾ 100നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 50. 50 × 101 5050. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക എന്ത്? അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എത്ര വരിക? 50 വരിക. 50 × 51/2. 50 × 51/2. 50നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 25. 25 × 51 1275. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 + 2 + 3 + 50 + 40. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വരിക. 1 + 2 + 3 + എന്ന് പറഞ്ഞിട്ട് 50 വരെ. എന്നിട്ട് പിന്നെ റിവേഴ്സ് ഓർഡറിൽ 49 മുതൽ 1 വരെ. അപ്പോൾ ഇങ്ങനെ വന്നാൽ തുക കാണാൻ എന്താ ചെയ്യേണ്ടത് അറിയാം? മിഡിൽ നമ്പറിൻ്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ 50ൻ്റെ സ്ക്വയർ 2500. ഓക്കെ. അപ്പോൾ ഒരു സംഖ്യ മുതൽ അതിൻ്റെ ഇപ്പോൾ 1 + 50 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും റിവേഴ്സ് ഓർഡറിൽ. അപ്പോൾ 1 + 100 വരെ വന്നിട്ട് വീണ്ടും റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ 100ൻ്റെ സ്ക്വയറാണ് എടുക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 + 2 + 3 + മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 30 വരെ വന്നു. എന്നിട്ട് 30ന്ന് പിന്നെ വീണ്ടും റിവേഴ്സ് ഓർഡറിൽ 1 വരെ. അപ്പോൾ 30ൻ്റെ സ്ക്വയർ 900. ഓക്കെ. 30ൻ്റെ സ്ക്വയർ 900. ഓക്കെ. ഈ ഒരു മോഡലിൽ, ഈ രണ്ട് മോഡലിൽ ഈ എണ്ണൽ സംഖ്യകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ എന്താ ഇക്വേഷൻ? n². ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ n². ഓക്കെ. ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എന്താ? അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 20 ആയിരിക്കും. 20ൻ്റെ സ്ക്വയർ 400. ഓക്കെ. 100ന് താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 100ന് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ അപ്പോൾ ഒറ്റ സംഖ്യകളുടെ എണ്ണമാണ് 20 എണ്ണം. അപ്പോൾ അതുകൊണ്ട് 20 സ്ക്വയർ എടുക്കുക. 100ന് താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്തെന്ന് ചോദിച്ചാൽ, അപ്പോൾ 100 വരെ ഉള്ളതിൽ 100ന് താഴെ എത്ര ഒറ്റ സംഖ്യകളാണ് ഉള്ളത്? അപ്പോൾ അതായത് 1, 3, 5, 7 അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ 100നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ എത്ര ഒറ്റ സംഖ്യകളാണ് ഉള്ളതെന്ന് നമുക്ക് കിട്ടും. 100നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 50 വരിക. 50ൻ്റെ സ്ക്വയർ 2500. അപ്പോൾ നമ്മൾ ഒരിക്കലും 100 സ്ക്വയർ എന്നെടുത്ത് ചെയ്യരുത്. 100ന് താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകൾ എത്ര എണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേൽ എത്ര എണ്ണാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ എണ്ണം കണ്ടുപിടിച്ചിട്ടാണ് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 + 3 + 5 + 19. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഒറ്റ സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 മുതൽ 19 വരെ, ഈ 19 വരെ എത്ര ഒറ്റ സംഖ്യകളാണുള്ളത്? 10 ഒറ്റ സംഖ്യകളാണുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത ഇരട്ട സംഖ്യനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഒറ്റ സംഖ്യകളാണുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 20നെ 2 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 10 കിട്ടി. 10ൻ്റെ സ്ക്വയർ 100 എടുത്ത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169? ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 169? 11, 12, 13, 14. അപ്പോൾ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 160ൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതിയാവുമല്ലോ. അപ്പോൾ എത്രയാ? 13ൻ്റെ സ്ക്വയറാണ് 169. അപ്പോൾ 13 ഒറ്റ സംഖ്യകളാണ് ഉള്ളത് കേട്ടോ. 13 ഒറ്റ സംഖ്യകളാണുള്ളത്. ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 729? ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 729? അപ്പോൾ എത്ര?
9 എന്തിൻ്റെ സ്ക്വയറാണ് 27ൻ്റെ സ്ക്വയറാണ് 729. അതുകൊണ്ട് ആൻസർ എത്ര 27ആണ് വരിക. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക? അപ്പം എന്ത് ചെയ്യണം? ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക കാണുക, 10 സ്ക്വയർ 400. ദെൻ 20 ഒറ്റ സംഖ്യകളുടെ തുക കാണുക, 10 സ്ക്വയർ 100, 20 സ്ക്വയർ 400. അപ്പോൾ എത്രയാണ്? 400 100 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 300. ഓക്കെ. ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കുറവാണ് ആദ്യത്തെ 18 ഒറ്റ സംഖ്യകളുടെ തുക? ആദ്യത്തെ 25 ഒറ്റ സംഖ്യകളുടെ തുകയേക്കാൾ എത്ര കുറവാണ് ആദ്യത്തെ 18 ഒറ്റ സംഖ്യകളുടെ തുക? ഇതൊക്കെ സിമ്പിളാണ്. 25ൻ്റെ സ്ക്വയർ എടുക്കുക, എന്നിട്ട് 625. ദെൻ 18ൻ്റെ സ്ക്വയർ 324 മൈനസ് ചെയ്യുക. 625 324 മൈനസ് ചെയ്താൽ 301. 10 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? 10 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? അപ്പോൾ 10 മുതൽ 30 വരെ എത്ര ഒറ്റ സംഖ്യകളാണ് ഉണ്ടാവുക? അപ്പോൾ 10 മുതൽ 30 വരെ 1 മുതൽ 30 വരെ 15 ഒറ്റ സംഖ്യകളാണുള്ളത്. 1 മുതൽ 30 വരെ 15 ഒറ്റ സംഖ്യകളാണുള്ളത് കേട്ടോ. അപ്പോൾ 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യകളാണ് ഉണ്ടാവുക? 1 മുതൽ 9 വരെ 10 2 കഴിഞ്ഞാൽ 5. അപ്പോൾ 5 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യണം? ഇപ്പോൾ ആദ്യം തന്നെ 1 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടിട്ട് അതിൽ നിന്ന് 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക മൈനസ് ചെയ്യുക. അപ്പോൾ ആദ്യം 10 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം 1 മുതൽ 30 വരെയുള്ള ഒറ്റ സംഖ്യകൾ കാണുക, എന്നിട്ട് 1 മുതൽ 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ മൈനസ് ചെയ്യുക. ഇതിപ്പം ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇപ്പം 10 മുതൽ 30 വരെയൊക്കെയാണ് നമുക്ക് ജസ്റ്റ് എണ്ണിയിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് വലിയ സംഖ്യകൾ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ സംഖ്യകളാണെങ്കിലും നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് നമുക്കത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളെ ഒറ്റ സംഖ്യകളുടെ തുക 225, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 25 വരിക. അപ്പോൾ വ്യത്യാസം 225 മൈനസ് 25 200. ഇരുപത് മുതൽ 40 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? 20 മുതൽ 40 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണണമെങ്കിൽ ആദ്യം 1 മുതൽ 40 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക. ദെൻ 1 മുതൽ 19 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുക, എന്നിട്ട് മൈനസ് ചെയ്യുക. അപ്പോൾ 1 മുതൽ 40 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ 40ന് 2 കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ 20. അപ്പോൾ 20 ഒറ്റ സംഖ്യകളാണ് 1 മുതൽ 40 വരെയുള്ള എണ്ണൽ സംഖ്യയിൽ ഉള്ളത്. അപ്പോൾ 20ൻ്റെ സ്ക്വയർ എടുക്കുക 400. 1 മുതൽ 20 വരെ 1 മുതൽ 19 വരെയുള്ള എണ്ണൽ സംഖ്യകളിൽ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ, അപ്പോൾ 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം നോക്കി 20ന് 2 കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ 10 കിട്ടും. അപ്പോൾ 10ൻ്റെ സ്ക്വയർ 100, വ്യത്യാസം 400 മൈനസ് 100 300. ഓക്കെ താങ്ക് യു.